ഹലോ, എൻ്റെ ഒരു വീക്ക് ഡേ ഈവനിങ് കാണിക്കാം. എല്ലാ ദിവസവും എങ്ങനെ ആയിരിക്കത്തില്ല, ബട്ട് ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയ ദിവസം ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. യൂണോ ഒക്കെ കളിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ 7:30 ഒക്കെ വരെ ചിലപ്പോൾ ഇരിക്കാറുണ്ട്. നമ്മൾ ഇറങ്ങുമ്പം എല്ലായ്പ്പോഴും ഉള്ളതാണ് ട്രാഫിക്ക്. രാവിലെയും വൈകിട്ടും ഭയങ്കര ട്രാഫിക്കാണ്. അതായത് നമ്മൾ ഇങ്ങും റോഡിൻ്റെ അങ്ങേ മൂലയ്ക്ക് കൂടെ നടക്കുന്നെങ്കിൽ ഓട്ടോയൊക്കെ നമ്മളെ തട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ എൻ്റെ ലൈനിലേക്ക് വരുമ്പം അത്രയും ട്രാഫിക്കില്ല, പക്ഷേ ഇവിടെയും ഭയങ്കര കൺജസ്റ്റഡാണ്. കാരണം ചെറിയ വഴിയാണ്, ഇവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ എപ്പോഴും അങ്ങനെ കൂടി കിടക്കണം കാണാം. പിന്നെ എൻ്റെ പി ജിയുടെ തൊട്ട് താഴത്ത് ഒരു ടീയും കോഫിയും ജ്യൂസും സ്നാക്സും സാൻഡ്വിച്ചും ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. നമ്മൾ അവിടെ ഇപ്പോൾ ഇടയ്ക്ക് ചായ കുടിക്കാറുണ്ട്. അവിടെ കുറേ സ്വീറ്റ്സൊക്കെ കിട്ടും. എനിക്ക് കറക്റ്റ് പേരൊന്നും പറഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ പി ജിയുടെ താഴത്ത് അവരെപ്പോഴും ഇങ്ങനെ കോലം വരച്ചിടും. ഇതാണ് നമ്മുടെ താഴത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ. നിറച്ച് ബിൽഡിങ്സാണ്. മരങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ആകെ ഞാനിവിടെ കാണുന്ന മരം എന്ന് പറഞ്ഞാൽ ടെറസിനകത്ത് നിൽക്കുമ്പോഴും പിന്നെ എൻ്റെ റൂമിൻ്റെ സൈഡിലുള്ള ഒരു ആര്യവേപ്പ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ വാതിലടച്ചിടണം. ഈ ഗേറ്റ് പോലത്തെ സാധനം അടച്ചിടണം. അതെന്നാന്ന് വെച്ചാൽ ഒരു പട്ടിയും പൂച്ചയും എപ്പോഴും കയറി വരിക. പട്ടിയാണെങ്കിൽ പാഗുലു പട്ടിയാണ്. ഈ വണ്ടികളുടെയൊക്കെ പിന്നാലെ കുറച്ചുകൊണ്ട് പോണൊരു വയ്യാത്ത പട്ടിയത്. പിന്നെ തൊട്ട് മുന്നേ കാണിച്ചതാണ് ഫുഡൊക്കെ വെക്കണ സ്ഥലം. ഇതാണ് നമ്മുടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഉൾവശം. ആ റൂമിൻ്റെ ഉള്ളല്ല, ആ അപ്പാർട്ട്മെൻറ്റ് പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിൽ അവർ ആ കയറി വരുന്നോടെ തന്നെ ആദ്യം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ 2 ആളുണ്ട്. പിന്നെ ഇത് കോമൺ വാഷ്റൂമാണ്, ഇപ്പോൾ കാണിച്ച കുഞ്ഞു വാതിൽ. പിന്നെ ഇവിടെ 3-4 അലമാരയൊക്കെ ഉണ്ട്. അത് ഓരോരുത്തർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് എടുക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ഇത് ഹോളിൽ 3 ആൾ കിടക്കുന്നുണ്ട്. ഇവർ 3 ആൾ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യണത്. പിന്നെ ഇവിടെ വേറൊരു അലമാരയുണ്ട്. അതായിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു കിച്ചൺ റൂമായിട്ട് അവർ മേക്ക് ഓവർ ചെയ്തതാണ്. ഇവിടെ കുറച്ച് ദിവസം താമസിച്ചെങ്കിലും ഒരു 4 days 5 days ഉണ്ട് ഇവിടെ താമസിച്ചു. ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് അവിടെ ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. കാരണം എൻ്റെ കയ്യിൽ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയിട്ട് ഞാൻ പേരയ്ക്കയും മാങ്ങയും ക്യാരറ്റും വാങ്ങി. കുറച്ചേ വാങ്ങിയുള്ളൂ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് 5-6 ക്യാരറ്റ് വാങ്ങിച്ചിട്ട് 2 ചീത്തയായിപ്പോയി. അപ്പോൾ പിന്നെ കുറച്ച് വാങ്ങിയുള്ളൂ. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ വന്നപ്പോഴേക്കും ഡിന്നറായിട്ടുണ്ടായിരുന്നു. ഡിന്നർ കൊണ്ടുവച്ചായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പം ഞാൻ അത് കുറച്ച് മാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് മാങ്ങയും ചെത്തി സിനിമയും കണ്ടിട്ട് ഉറങ്ങി. അത്രയേ ഉള്ളൂ.